നമുക്ക് ബിഗ് ബോസിലോട്ടൊന്ന് പോയാലോ? അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? ബിഗ് ബോസിൽ അടിപൂരമായിരുന്നു. ഞാൻ കുറച്ച് സമയം ലൈവ് കണ്ടു. അടിയുടെ പൂരം എന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ രേണുവിനെ നേരിട്ടൊന്ന് മാപ്പ് പറയാൻ പോയി. ബിഗ് ബോസ് പറഞ്ഞ പ്രകാരം രേണുവിനോട് നേരിട്ടൊന്ന് മാപ്പ് പറയാൻ ചെന്നപ്പോൾ അക്ബർ ഖാനോട് പറഞ്ഞു, എനിക്ക് നിന്റെ മാപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ടെന്ന്. പക്ഷെ എന്താ ചെയ്യുക, ഈ പെണ്ണ് എങ്ങനെയായാലും മാപ്പ് വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ അക്ബർ ഖാൻ പറഞ്ഞു, മാപ്പ് ഞാൻ തിരിച്ചെടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ മാപ്പൊക്കെ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ രേണു ആരാ മോള്, നമുക്കറിയില്ലേ രേണുവിനെ. അവള് സോഷ്യൽ മീഡിയയിലിരുന്ന് ഓൺലൈൻ ക്യാമറക്കാർക്ക് നേരിട്ട് പറഞ്ഞത് നമ്മൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും നമ്മൾ കേട്ടതാണ്. അവള് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. സ്വീകരിച്ചില്ലെങ്കിൽ ആ സോറി അങ്ങോട്ട് മേടിച്ചു. പക്ഷെ ഞാനിട്ട പേര് ചെല്ലപ്പേര, ഞാനിട്ട പേര് ചെല്ലപ്പേര വിട്ടുപോട്ടെ. ഞാനിട്ട പേര് ചെല്ലപ്പേര അത് സമ്മതിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ഥാനം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് മാത്രമേ ഞാൻ പറയുന്നത്. കാര്യം അങ്ങനെയാണെങ്കിൽ ആദ്യം മറ്റേ മറ്റേ ഒരു ഫ്ലഷ് ചെയ്തിട്ട് സോറി ആവശ്യമല്ല. അപ്പൊ അത് പുരുഷത്വത്തെ അപമാനിച്ചത് അല്ലല്ലോ നിങ്ങൾ, അല്ലല്ലോ അല്ലേ അല്ലേ അല്ലേ. അപ്പൊ ഇത് രേണുവിനെ അടുത്ത് നിർത്തിക്കൊണ്ടാണ് സെപ്റ്റിക് ടാങ്ക് എന്ന ഓമന പേരിട്ടത്. രേണുവിനെ വിളിച്ചതിലല്ല. ഞാൻ പറയുമ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ പോകുന്ന ഒരു സ്ഥലം, വേസ്റ്റ് പോകുന്ന ഒരു സ്ഥലം. അത് നമ്മൾ മനുഷ്യർക്ക് വിളിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഒരാൾ അങ്ങനെ വിളിക്കില്ല. എന്നെ വിളിച്ചാൽ ഞാനും പ്രതികരിക്കും, അത് വേറെ കാര്യം. അക്ബറിന് രേണുവിനെ അങ്ങനെ വിളിക്കാൻ തോന്നിയതിൻ്റെ കാര്യം, രേണു ഒരു വേസ്റ്റാണ് എന്ന രീതിയിലാണെന്നാണ് പറയുന്നത്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് ടാസ്കുകൾ തരും. അതൊക്കെ ഒരു മുന്നിട്ടിറങ്ങി നിന്ന് ചെയ്യാനും ടാസ്കുകൾ ചെയ്യാനും കൂടെയുള്ളവരുടെ കൂടെ എല്ലാറ്റിലും ആക്റ്റീവായിട്ട് നിൽക്കണം, ഫുൾ ടൈം ആക്റ്റീവായിരിക്കണം അതിനകത്ത്. ബിഗ് ബോസിനകത്ത് പോയത് പിന്നെ മുടി അഴിച്ചിട്ട് മേക്കപ്പ് ഇട്ടിട്ട് കുളിച്ചൊരുങ്ങി അവിടെ നിൽക്കാനല്ല. കുളിയുടെ കാര്യം വേറെ, അത് പോട്ട്, ആഴ്ചയിൽ ഒരു ദിവസമേ കുളിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ വേസ്റ്റായിട്ടാണ് അക്ബർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന പേരിട്ടത്. അതിന് അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചില്ലേ, കഴിഞ്ഞു. പകരത്തിന് പകരം കൊടുത്തല്ലോ. എന്നെ കണ്ടാൽ കടിച്ച് കീറാൻ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്ന പേര് വേട്ടപ്പട്ടി എന്നാണെന്ന്. കുടുംബത്തെ അടക്കം വേട്ടപ്പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞു. അതോടെ അതവിടെ അവസാനിപ്പിക്കാനേ ഉള്ളൂ. ഹൃദയത്തിൽ കൊണ്ടിട്ടൊന്നുമല്ല, വല്ലാണ്ട് ഉരുകിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ പ്രതീക്ഷിക്കാത്തൊരു പേരാണല്ലോ അത്. അവൾ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. ആ പേര് അവളെ വിളിക്കുന്ന അവൾ വിചാരിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് അവൾക്കത് കേട്ടപ്പോൾ ഒരല്പം ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, വിളിച്ചതിലല്ല. ആ വിളിച്ചത് ഇത്രയും പേര് 18 പേരും കേട്ടല്ലോ, ആ കേട്ടതിലുള്ളതാണ്. പിന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് TV-യിൽ കൂടെ ഒരുപാട് പേര് കാണാണ്. അവളാൾക്കാരായാലും എല്ലാ മനുഷ്യന്മാരും കാണാണ്. എല്ലാ വീട്ടിലും ബിഗ് ബോസ് വെക്കുന്നുണ്ട്. അത് രേണു വന്നതുകൊണ്ടൊന്നുമല്ല. ചിലരൊക്കെ പറയുന്നുണ്ട് രേണു വന്നതുകൊണ്ടാണ് ഞങ്ങൾ ബിഗ് ബോസ് വെക്കുന്നത്. രേണു വരുന്നതിന് മുമ്പ് എത്രയോ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ബിഗ് ബോസ് വെച്ച് കാണും. കുറച്ച് ദിവസം കാണുമ്പോൾ എല്ലാവർക്കും ചടപ്പാവും. കാര്യമായിട്ട് അതിനകത്തൊന്നുമില്ല. അക്ബർ അനുവുമായിട്ടും ഏറ്റുമുട്ടിയിരുന്നു. രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കൊണ്ട് അനുവ് രേണുവും കൂടി ഒന്നിച്ചാണ് ഇപ്പം അധിക സമയം ഇരിക്കുന്നത്. അനുവും ടാസ്ക് ചെയ്യുന്നതിലും മറ്റ് കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും ക്ലീനിങ്ങിന് കഴിഞ്ഞ ദിവസം ഫ്ലോറിംഗ് ക്ലീനിങ് ചെയ്തിട്ട് വൃത്തിയായിട്ടൊന്നുമില്ല.
അപ്പോൾ അനുപം ഇതുപോലെ സീരിയൽ അഭിനയിക്കാൻ പോകുന്നു. അവിടെ എല്ലാം റെഡിയാണ്. അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതനുസരിച്ച് ഭാഗങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. എല്ലാവരും ഇതുപോലെയുള്ള ആളുകളെ ഈ ബിഗ് ബോസിനകത്തൊന്നും കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ പ്രേക്ഷകരായിട്ടിരിക്കുന്നവരെ വെറുതെ ഒരു പൊട്ടന്മാരാക്കരുത്. ഏഷ്യാനെറ്റിനോടാണ് പ്രത്യേകിച്ചും. ഏഷ്യാനെറ്റ് ഇത്തരം അളിഞ്ഞ പരിപാടി വെക്കരുത്. ബിഗ് ബോസ് എന്നാൽ അത് നല്ല ഒരു പരിപാടിയായിട്ടാണ് ആദ്യത്തെ 4 സീസണും കണ്ടിട്ടുണ്ട്. അതിനുശേഷം വളരെ മോശം പരിപാടിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ ആദ്യത്തെ പോലെ ഇല്ല. ബിഗ് ബോസ് നല്ലൊരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വിജ്ഞാനത്തിനും വിനോദത്തിനും വേണ്ടി നടത്തുന്ന പരിപാടിയാണെങ്കിൽ അതിലെന്ത് വിജ്ഞാനമാണ്? ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ 2 ദിവസം ഈ 3 ദിവസത്തിൽ എന്ത് വിജ്ഞാനമാണ് ബിഗ് ബോസിനകത്ത് കണ്ടത്? ആരെങ്കിലും കണ്ടായിരുന്നോ? വിജ്ഞാനപ്രദമായ എന്തെങ്കിലും കാര്യം അതിൽ കണ്ടായിരുന്നോ? കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ഇടണം കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കുറേ സമയം ലൈവൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ചെയ്യേണ്ടത് കൊണ്ട് രാത്രി ഇരുന്നിട്ട് ഏഷ്യാനെറ്റ് വഴിയും കാണുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. പിന്നെ വിനോദം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാനം വിനോദം എന്ന് പറഞ്ഞാൽ വിനോദത്തിനെ പറ്റി എന്താണ് അതിനകത്തുള്ളത്? എടാന്നും പൊടീന്നും പട്ടീന്നും ഇതാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഷോയിലേക്ക് എന്ത് വിനോദമാണ് അതിനകത്തുള്ളത്? എന്ത് വിജ്ഞാനമാണ് അതിനകത്തുള്ളത്? മനസ്സിലാവായിട്ടാണ് ചോദിക്കുന്നത്. മനസ്സിലായത് ഇത്രയേ ഉള്ളൂ. വേസ്റ്റ്. അക്ബർ പറഞ്ഞതുപോലെ വേസ്റ്റ് സെപ്റ്റിക് ടാങ്ക്. അല്ലാതെ അതിനകത്തൊരു വിനോദവും വിജ്ഞാനവും ഒന്നും കണ്ടില്ല. അതുകൊണ്ട് പറയാണ്. ഷാനവാസ് ബിൻസി ഒരു കൂട്ടായിരുന്നിട്ട് ഒരു ഭാഗത്ത് പോയി വർത്തനം പറഞ്ഞു. നേരത്തെ അതിനകത്തുണ്ടായിരുന്നത് പേളിയും ശ്രീനിഷും ആയിരുന്നു. ശ്രീനിഷും പേളിയും ആയിരുന്നു ഇതുപോലെ മോനെ പോയിരുന്നത്. അതിന് ശേഷം അതിനകത്ത് ഇരുന്നത് ഗബ്രിയും ജാസ്മിനും ആയിരുന്നു. ഇപ്പൊ ഷാനവാസും ബിൻസിയും അപ്പുറത്ത് പോയി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പാണി ശരത്തും ആര്യനും കൂടി ഇരുന്നിട്ട് ഒരു ഭാഗത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 100 ദിവസം ഒരു കോമ്പൗണ്ടിനകത്ത് ഒരു വീടിനകത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് അവരെ തീറ്റിപ്പോറ്റി ഈ പരദൂഷണം പറച്ചിലിനാണോ കൊണ്ടുപോയി കാശ് കൊടുക്കുന്നത് ഇവർക്ക്? അല്ലെങ്കിൽ ഇത് ലോകമൊട്ടൊക്കെ കാണുന്ന ഒരു ഷോ. ആ ഷോയിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? എപ്പോഴോ ഒരു ഗെയിം കാണിക്കുന്നുണ്ട്.